ഹായ് ഓൾ. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പട്ടായയിലെ റൺവേ സ്ട്രീറ്റ് ഫുഡ് കാണാൻ പോവാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീഡിയോസിൽ കാണാം. പട്ടായയിലെ സ്ട്രീറ്റ് മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്, ഫുഡ് മാർക്കറ്റിൽ. അത് തപ്പിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എന്തൊക്കെയുണ്ട് നോക്കിയിട്ട് നമുക്ക് പതുക്കെ ഓരോന്ന് നോക്കാം. ആദ്യം റൗണ്ട് നടക്കാം എന്ന് വിചാരിച്ചു. അവിടെ പോർക്കുണ്ട്. ഇവിടെ കുറേ ടൈപ്പ് ഫുഡുകളുണ്ട്. മെയിൻ ഐറ്റം പോർക്കാണ്, പിന്നെ ചിക്കൻ മുതല, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. നമ്മളിതൊക്കെ പതുക്കെ കണ്ടു കടന്നുകൊണ്ടിരിക്കുകയാണ്. ചലിക്കുന്ന ബാറ്, പഴയ വോൾക്സ് വാഗൺ മോഡല്, വെറൈറ്റി സാധനം. മുമ്പിൽ ഇവിടെ ചെയറുകളൊക്കെ ഇട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് അടിക്കാം. ഡ്രസ്സിൻ്റെ ഒരു സ്ട്രീറ്റാണ്. ഇവിടെ ഫുള്ള് ഡ്രസ്സുകളും സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെ പല ടൈപ്പ് ഫിഷ് ഇരിക്കുന്നുണ്ട്. വലിയ കൊഞ്ചിരിക്കുന്നുണ്ട്, സാധനം ഇരിക്കുന്നുണ്ട്. ഇവിടെ ഒരു വലിയ വിമാനം കിടക്കുന്നുണ്ട്. നമ്മുടെ പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിന്റെ അവിടെ നിന്ന് ഒരു 2.5 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ബീച്ച് സൈഡിൽ കൂടെ ഇങ്ങനെ പതുക്കെ നടന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തെത്തും. ഇവിടെയാണ് ഈ ഫുഡിന്റെ സ്ട്രീറ്റ് മാർക്കറ്റ് ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞത്, സ്ട്രിം ലൈവ് കഴിക്കാണ്. ഇവിടെ പുഴും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ ഓരോന്നോരോന്ന് ട്രൈ ചെയ്യണം. നമുക്ക് പതുക്കെ നടന്നു വന്നിട്ട് അവസാനം നോക്കാം. ഇത് ഒറിജിനൽ വിമാനം തന്നെയാണോ? ഇതിൻ്റെ ഉള്ളിലൊക്കെ പൊളിച്ചു വന്നിട്ട് ബോഡി മാത്രം കൊണ്ടുവന്നതാണ്. കിടന്ന് കറങ്ങുന്നുണ്ട്. 3 പേര് കറങ്ങുന്നുണ്ട്. പുറത്ത് അവസാനം വന്നിട്ട് ചിക്കൻ കറി കഴിയും. അവസാനം വന്നിട്ട് ചിക്കൻ കറി കഴിയും. ഇവിടെ നമ്മുടെ മുതലച്ചേട്ടൻ കിടന്ന് കറങ്ങുന്നുണ്ട്. ആകെ എല്ലുന്തോലും അതിന്റെ ബാക്കി എത്രയായിട്ടുണ്ട്? 100 ഭാഗത്താണ്. ഓർക്കിന്റെ റിപ്പ്, കടകളൊന്നും തുറന്നിട്ടില്ല. രാത്രി 12 മണിക്ക് ആവുന്നതുകൊണ്ട് ഇവിടുത്തെ കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോർക്കാണുള്ളത്. അതായത് മുതലിറച്ചി ഇവിടുന്ന് മുതലിറച്ചി കഴിച്ചാലോ ഉള്ള പ്ലാനിലാണ്. മുതലിറച്ചി ഇവിടുന്ന് കഴിക്കാം. നമുക്ക് ഓർഡർ ചെയ്യാം.
മീഡിയം. മുതലച്ചേട്ടൻ്റെ ഒരു മീഡിയം ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നോക്കട്ടെ, അത് നമുക്ക് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. മീഡിയം 1 പ്ലേറ്റ്. സ്മോളിന് 200, മീഡിയം 300, ലാർജ് 400 എന്നൊക്കെ ഉണ്ട്. നമുക്ക് മീഡിയം ഒരെണ്ണം കഴിച്ചു നോക്കാം. രണ്ടും കൂടി കഴിച്ചു നോക്കിയിട്ട് ബാക്കി ടേസ്റ്റ് എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. വെറൈറ്റി തലകള്. ഒറിജിനലാണ്. നെല്ല് ഇത് നല്ല ഒറിജിനൽ തോലുണ്ട്. നെല്ല് മാത്രമാണ്. അപ്പോൾ നമ്മളെ മുതലച്ചേട്ടനെ പീസ് ആക്കിയിട്ട് ഗ്രില്ലുമ്മ വെച്ച് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഓയിലൊക്കെ തേച്ചിട്ടാണ് അവർ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളത് ഉണ്ടാക്കുന്ന നോക്കി ഇവിടെ നിൽക്കുകയാണ്. നമ്മുടെ മുതല ഉച്ച റെഡിയായി. ഇതാ വരണോ. അപ്പോൾ ഇതാണ് നമ്മുടെ മുതലിറച്ചി. അപ്പം നമുക്ക് കഴിച്ചു നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അതെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കാം. ചിക്കൻ്റെ രുചിയാന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ചിക്കൻ രുചിയല്ല, നല്ല ഏകദേശം ചിക്കൻ കഴിക്കണം തന്നെ. അതെ, നമ്മള് മുതലച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് നോക്കറ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രിസ്പിയാണ്, പക്ഷെ കുറച്ച് ഹാർഡ് ഉണ്ട്. നമ്മൾ ചിക്കൻ കഴിക്കണമെന്നൊക്കെ പറഞ്ഞെങ്കിലും അതുപോലെയല്ല, കുറച്ച് ഹാർഡുണ്ട്. ഇത് ഒപ്പം കിട്ടണ ചട്നി സോസ് നല്ല സ്പൈസി ടേസ്റ്റും. അപ്പം ഞങ്ങൾ പതുക്കെ കഴിച്ചു തീർക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. അടുത്ത പീസ് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ നടന്നു നോക്കിയിട്ട് കുറേ സാധനങ്ങൾ കാണണം, എന്തെങ്കിലുമൊക്കെ കഴിച്ചു നോക്കണം. അപ്പം ശരി, നിങ്ങൾ ഫിനിഷ് ചെയ്ത് വരാം. ഇതാണ് ബേബി ഷ്രിമ്പ്. അപ്പോൾ കുഞ്ഞ് ചെമ്മീൻ. അപ്പോൾ ഇതിനെ നമുക്ക് ലൈവായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ കടയുടെ മുന്നിൽ കൂടെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ പുഴു, പാറ്റ, തവള അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയാണ്. ഇവിടെ കുറേ ടൈപ്പ് വെറൈറ്റി സാധനങ്ങളുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ നമ്മൾ എല്ലാം കൂടിയിട്ട് മിക്സ് ആയിട്ട് ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തു. അപ്പോൾ എല്ലാത്തിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ഒരു സിംഗിൾ പ്ലേറ്റ് ആയിട്ട് എടുക്കുകയാണ്. ഇത് നമുക്ക് ഒരു ഫ്രൈ ചെയ്ത് തരും. അപ്പോൾ നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. ഇവിടെ എല്ലാത്തിലും സ്പൈസ് ഇവർ യൂസ് ചെയ്യുന്ന ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മൾ പുറത്തുള്ള ആൾക്കാരാകുമ്പോൾ അവർ നമുക്ക് സ്പൈസ് എത്ര വേണമെന്ന് ചോദിക്കും. നമ്മൾ ഡബിൾ സിംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എക്സ്ട്രാ സ്പൈസ് ആഡ് ചെയ്യാം. അപ്പോൾ അത് ടേബിളിൽ സാധനം വന്നു, വന്നിരുന്നു. അപ്പോൾ അത് അതൊക്കെ കഴിച്ചു നോക്കട്ടെ. അപ്പോൾ അത് നമ്മുടെ സാധനം കഴിക്കാൻ പോകട്ടോ. നോക്കി നോക്കാം ആദ്യം എന്താ കയ്യിൽ കിട്ടണേ. ആദ്യം എന്താ ട്രൈ ചെയ്യണേ? എന്തായാലും കുഴപ്പമില്ല, സ്കൂളിൽ കഴിച്ചു. നമ്മുടെ പട്ടുനൂൽപ്പുഴുവിൻ്റെ അടുത്തുണ്ട്. പട്ടുനൂൽപ്പുഴു കിട്ടുന്നുണ്ടോ? റൂമിൽ കിട്ടുന്നുണ്ടോ വിചാരിക്കുന്നു. ഞാൻ ചിക്കറ്റിനെയാണ് ട്രൈ ചെയ്യണം. അടിപൊളിയാട്ടാ. ഇതെന്താ നീളത്തിലുള്ള ഒരു സാധനമാണ്. അടിപൊളിയാണ്. നിറച്ചും തരിതരികളാണ്. ആ ഇതിലിടുന്ന ചില്ലികളൊക്കെ ഈ പറഞ്ഞോണം നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണുമ്പോൾ അയ്യെന്നൊക്കെ പറയും. ഇന്നത്തെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കണം. അല്ല പാമ്പിൽ തന്നെ നാട്ടിൽ പോകുന്ന അത് കഷ്ണം തന്നെ കണ്ടിട്ടില്ലേ? അത് സ്റ്റീമാണ്. അപ്പോൾ എന്തായാലും കഴിക്കാൻ എനിക്ക് ചൂടാണ്. ചെറിയ ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. തവളയുണ്ട്. തവള അവസാനം എടുക്കാം. തവള പിന്നെ നാട്ടിലും കാല് പിടിച്ച് കളഞ്ഞ കാലം. തവള ഒരു കാലം എടുത്തു. തവള നോക്കാം. ഉണക്കമീൻ കഴിക്കണം തന്നെ അടിപൊളി. എന്തായാലും വലിയ പെട്ടെന്ന് പുഴുവിനെ എടുത്തിട്ടുണ്ട്. ശരിക്കും ചൂസ് ചെയ്യാവുന്നതാണ് വിചാരിച്ചത്. പക്ഷേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. ഞാൻ എന്താ എടുക്കുക? ഇത് കഴിക്കാത്ത എന്നുള്ള വലിയ ചൂട് തേളിയിലില്ല. ഇവള് സെപ്പറേറ്റ് പഠിക്കുന്നു. വലിയ ചൂടുണ്ട്. നമ്മൾ കൊള്ളാട്ടോ. അടിപൊളി. ഇത് ഞങ്ങൾ ഫിനിഷ് ചെയ്യട്ടെ. ഇത്രയാണ് ഇതിന്റെ വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റോളിലേക്ക് പോവാം. അവിടെ എന്താണ് നോക്കിയിട്ട് സെറ്റാക്കാം. അടുത്ത കടലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ അത് സ്ക്യൂട്ട് ഉണ്ട്. സ്ക്യൂട്ട് വേറെ ടൈപ്പ് ഉണ്ട്. നീരാളി ഉണ്ട്. നീരാളി ഇരിക്കും. അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള സാധനം. നല്ല അസല് ചെമ്മീൻ വറുത്തത് ഇങ്ങനെ വരും. ഞണ്ടുണ്ട്. ഇതാണ് സാധനങ്ങൾ. ഇത് 120. ഇതൊരെണ്ണം അതൊരെണ്ണം എടുക്കാം നമുക്ക്. ഇത് അത് ഈ സ്ക്യൂട്ട് മതിയാ. സെയിം റേറ്റ് ആണ്. ഇത് 2 ഉണ്ട്.
ഇതെടുക്കാം അല്ലേ? കഴിക്കാൻ എളുപ്പല്ലേ? അതില് പല വേണ്ട. എന്നാ ശരി, ഇത് പറഞ്ഞ എടുക്കാം. നീ എടുത്തു വെക്കേ. ഇത് രണ്ടുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത് പൊരിച്ച് കൈ തരും. അതൊക്കെ അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് മാറി കഴിഞ്ഞിട്ട് അതിൽ വറക്കുന്നെടുക്കാം നമുക്ക്. ഇവിടെ വേറെ പല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അക്കയും സാധനങ്ങളൊക്കെ ഉണ്ട്. വലിയ ചെമ്മീനുണ്ട്, അതിലും വലിയ ചെമ്മീൻ. കഴിഞ്ഞത് അങ്ങനെ കിട്ടുമായിരിക്കും. നമ്മുടെ വറക്കാതെ അടുപ്പത്ത് വെച്ചു. നമ്മളാണ് നമ്മുടെ വെച്ചിരിക്കുന്നത്. രണ്ട് ചേട്ടന്മാരെ കിടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. രണ്ട് ലൈവ് ചെമ്മീൻ വലുത്. അപ്പൊ അങ്ങനെ നമ്മളത് നീരാളി ചുട്ടും അറിയാൻ പോവാണ്. അത് നീരാളി നമ്മൾ മുക്കി കുറച്ച് പാപ്പുറം പോലെയാണ്. അതിനുണ്ട് കട്ടാണല്ലേ. പിന്നെ നാട്ടിലേക്ക് അടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നത് ഇത്ര വെളുത്തിനെ കണ്ടപ്പോ ഒരു രസത്തിന് മേടിച്ചാണ്. ചുണ്ണാടും ടൈപ്പാണ് നീരാളി. പറ്റ് കണ്ട നാളെ മുതൽ ഞാൻ ഭാവി പ്രവചിക്കുമെന്ന് അറിയില്ല. എന്തായാലും സംഭവം രസമായിട്ട്. കാണുന്നുണ്ടോ? ഒരു തൊണ്ടനി എടുക്കും. നിങ്ങൾ പതുക്കെ മനുഷ്യട്ട് നമുക്ക് അടുത്തൊരു ഐറ്റായിട്ട് വരാം. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വരാം. അടുത്തൊരു ക്രോക്കഡൈലാണ്. ഇവിടെ ഒരാളങ്ങനെ നിർത്തിയിട്ടുണ്ട്. സ്റ്റിക്കിന് 80, 120, 150 സ്റ്റിക്ക് ചെയ്താലോ? സ്റ്റിക്ക് മുതലാ 80, 120, 150. 2 sticks 80 rupees. രൂപയാ ഇപ്പൊ അവിടെ പറഞ്ഞാലോ? 2 stick.
One this, one this. സ്വീറ്റ് ആൻഡ് സ്പൈസി ഉണ്ടോ? One your main and one plastic. Yeah. അത് മുതലച്ചേട്ടനാണ് നിർത്തിയിട്ടുണ്ട്. മുതലച്ചേട്ടനാണ് വാങ്ങിയത്. നോക്കട്ടെ. ഒറിജിനലോ? ഒറിജിനലോ? അല്ലല്ലോ. മുതലച്ചേട്ടൻ രസമായിട്ട് വായം പൊളിച്ചിരുന്നുണ്ട്. കണ്ടോ? എക്സ്ട്രാ വെച്ചിട്ടുള്ള കേട്ടോ. സോക്സ് ഒക്കെ ഇടിപ്പിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന സോസ് ഉണ്ടല്ലോ, അത് പല ഷോപ്പിലും വെവ്വേറെ ടേസ്റ്റുകളാട്ടോ. അപ്പോൾ നമുക്കതിൽ സ്പൈസ് നമുക്ക് എക്സ്ട്രാ വേണമെന്ന് പറയുമ്പോൾ അവർ എക്സ്ട്രാ സ്പൈസ് ചെയ്ത് തരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്യണം. നമ്മൾ ആദ്യം കഴിച്ച ക്രോക്കഡിൻ്റെ കൂടെ കിട്ടിയ സോസിൽ പുതിനയും വിനാഗറൊക്കെ ഇട്ടൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു. ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ. നമുക്ക് സാധനം കിട്ടി. ഇതിൻ്റെ കൂടെ നമുക്ക് ഹണി ഗാർലിക് ഡിപ്പ് ബാർബിക്യൂ സോസാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേറെ ടൈപ്പ് ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഇറച്ചി വന്നിട്ട് കുറച്ച് ചതച്ചിട്ടാണ് അവർ റെഡി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് നേരത്തെ കഴിച്ചതിനെക്കാട്ടിയും ടേസ്റ്റ് നല്ല ഡിഫറെൻ്റ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ മീറ്റിൻ്റെ സെക്ഷനിൽ നിന്ന് മാറിയിട്ട് കുറച്ച് ഇനി ഫ്രൂട്ട്സിൻ്റെ സെക്ഷൻ കാണാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട്സുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേക ടൈപ്പ് വേറെ ഫ്രൂട്ടാണ് ഈ ഡോറിയൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ ഈ മുള്ളു പോലെ കാണുന്നതാണ് ഡോറിയൻ. ഈ സാധനം നമ്മുടെ നാട്ടിലെ ആത്തച്ചക്ക പോലെ തന്നെ, പക്ഷേ ഇത് ആരും ഇവിടെ വീടുകളിലേക്ക് ഒന്നും കൊണ്ടുപോയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല് സഹിക്കാൻ പറ്റില്ല. ഇത് ഫ്ലൈറ്റിലൊന്നും കയറ്റില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് മേടിക്കുക, ഇവിടെ നിന്ന് കഴിക്കുക. വീട്ടിൽ കൊണ്ടുവച്ച് നാളെ നേരം വെളുക്കുമ്പോൾ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല, അമ്മാര് സ്മെല്ലായിരിക്കും. അപ്പം നമ്മളവിടെ നിന്ന് മാങ്ങ മേടിച്ചു, പിന്നെ പൈനാപ്പിൾ മേടിച്ചു. ഇത് പൈനാപ്പിളാട്ടോ. പിന്നെ ഈ ഡോറിയോണും മേടിച്ചു. ഇതാണ് നമ്മളവിടെ നിന്ന് മേടിച്ചത്. ഈ ഡോറിയോണിന് വന്നിട്ട് ഒരു ടാങ്കി ടെസ്റ്റാണ്. അപ്പോൾ ഡോറിയോൺ, പൈനാപ്പിൾ, മാങ്ങ, ഇത് മൂന്നാണ് നമ്മൾ മേടിച്ചത്. അപ്പം നമ്മളത് ഇവിടെ നിന്ന് തന്നെ കഴിച്ചു തീർത്തു. പിന്നെ ഇവിടുത്തെ വേറൊരു ഫുഡാണ് ഈ സ്ക്വിഡ്, ലൈവ് സ്ക്വിഡ്. ഒരു സോസിലേക്ക് നമുക്ക് ഈ സ്ക്വിഡിനെ മുക്കിയിട്ട് നമ്മൾ കഴിക്കുക. അങ്ങനെയുള്ള സംഭവം കൂടെ കണ്ടു ഞങ്ങൾ. എന്തായാലും ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങളിത് ഒരു ഫാമിലി ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരത് എങ്ങനെയാണ് പിടിക്കണേ, എന്താണ് ഇതിൻ്റെ പരിപാടി എന്നൊക്കെ നമ്മൾ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അത് സ്ക്വിഡിനെ പിടിച്ചിട്ട് ചാച്ചിക്ക് കൊടുത്തു. ചാച്ചി അതിനെ പിടിച്ചിട്ട് ആ സോസേജിൽ മുക്കുകയാണ്. അപ്പോൾ ഇത് മുക്കിയിട്ട് അങ്ങനെ കടിച്ച് തിന്നുക, എന്താണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഞങ്ങൾ ഇവർ കഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ കലാപരിപാടി എന്ന് നമുക്ക് പഠിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്.
അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത സാധനം ഓർഡർ ചെയ്തു. ലൈവ് ശ്രിമ്പ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ആ പാത്രത്തിൽ അതിൻ്റെ സോസേജും സാധനങ്ങളും സ്പൈസൊക്കെ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ റെഡി ആയിട്ട് കൈ കിട്ടും. അതേ നമ്മുടെ തുള്ളി കളിക്കുന്ന ചെമ്മീൻ കുട്ടികൾ. ചെമ്മീനെ പിടിച്ചു. പിന്നെ കുറച്ച് മിക്സഡ് സാലഡൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ ഇട്ടിരിക്കുകയാണ്. അങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കാം, കാണണ്ടോ? കാണാമല്ലോ. അതേ ചാടി കളിക്കുന്നു. കുലുക്കിയോ? മാഷ കൊടുക്കാനല്ല പറഞ്ഞത്. കൊല്ലണോ നീ? ഫുള്ള് കൊല്ലണ്ടാ, കുറച്ച് വയറ്റ് കിടന്ന് ചേർത്തേ. ഓക്കെ, ചാടി കളിക്കണ ചെമ്മീനെ കഴിച്ചോക്കാം. അധികം ചാടി പോകണാവോ? എന്നാലും കഴിക്കണ നോക്കാൻ മറന്നുപോയി. പാത്രത്തിൽ നിന്ന് ചെമ്മീൻ ചാടിപ്പോയി. പോർണോടെ എടുത്ത് നോക്കാം. ഇൻട്രസ്റ്റ് പോവാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. അത് ചാടനെ പിടിച്ചത് കേട്ടോ, ഞാൻ എടുക്കില്ല. കിട്ടുന്നില്ലല്ലോ. ഇത് വിചാരിച്ച പോലെ ഒന്നല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മുള്ളു കൊള്ളു, അതിൻ്റെ കൊമ്പ് പോലത്തെ സാധനം കൊള്ളു എന്നൊരു പേടിണ്ടായിരുന്നു. എന്നാലും ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. അടുത്ത നമുക്ക് തേളിനെ തിന്നാലോ, സ്കോർപ്പിയൻ. അപ്പോൾ അത് ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സൈച്ച് ഇതേ എടുക്കണം നമുക്കുള്ള സാധനം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ വരുമ്പോഴേ കഴിക്കാൻ പറ്റും. നമുക്ക് അതോടെ കഴിക്കാം. നേരിട്ട് നോക്കാലോ. അപ്പോൾ അത് ഇങ്ങനെ രാത്രി ആവും തോറും കടകളുടെ എണ്ണൊക്കെ കൂടിക്കൂടി വരികയാണ്. ബോയിങ് വിമാനം തരുന്നു. ഇവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വട്ടി കുത്തി തരും.
എല്ലാ സാധനത്തിലും അവർ സ്പൈസ് ഇടുന്നതിന് മുമ്പ് നമ്മളത് ചോദിക്കും നമുക്ക് സ്പൈസി വേണമെന്നുള്ളൂ. അപ്പോൾ നമ്മളത് പറയുന്നതനുസരിച്ചായിരിക്കും അവർ സ്പൈസി ആക്കി തരുള്ളൂ അത്. അപ്പോൾ നമുക്ക് സ്പൈസി ഇല്ലാണ്ടുള്ളൊരു കളിയില്ലല്ലോ. Thank you. നമ്മുടെ തെളുകുട്ടൻ റെഡി. തെളുകുട്ടനോട് കഴിയാം നമുക്ക്. അങ്ങനെ ജീവിതത്തിൽ ഫസ്റ്റ് സ്കോർപ്പിയോനെ കഴിക്കാൻ പോവാണ്. നേരിട്ട് നോക്കാം നമുക്ക്. നല്ല ക്രിസ്പിസാണ്. കറുമുറ ഫ്ലേവർ ഉണ്ടോ? ആയിട്ടുള്ള ചില്ലിയുടെ ഒരു എരിവ് വരുന്നുണ്ട്. അടിപൊളി സംഭവം. എല്ലാം നല്ല ക്രിസ്പി ടൈപ്പാട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഇത് ജ്യൂസി ആണോ എന്നുള്ള ഒരു പേടി പലർക്കും ഉണ്ടാവും. നമ്മൾ വായി വയ്ക്കുമ്പോൾ അങ്ങനെ പുളും ഇരിക്കുന്നു. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ല കറുമുറയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഫുഡൊക്കെ ഒരുവിധം അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത്ര നേരമായിട്ട് ആകെ ഒരു ജ്യൂസാണ് കുടിച്ചത്. അപ്പോൾ വിചാരിച്ചു വന്ന ബിയർ കഴിക്കാമെന്ന് വെച്ച് നോക്കിയപ്പോൾ ഇവിടെ തായ്ലൻഡിൻ്റെ സ്പെഷ്യൽ ബിയർ, ഇവരുടെ ബ്രാൻഡാണിത്, ലിയോ ചാൻ സിഗ്മ എന്ന് പറഞ്ഞിട്ട്. ഇത് മെയ്ഡ് ഇൻ തായ്ലൻഡാണ്. അപ്പോൾ ഈ ബിയർ ട്രൈ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞു തിരിച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫേവറേറ്റ് ഷോപ്പ് ഒരെണ്ണം കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ കഞ്ചാവ് കട വീട്ട്. അപ്പോൾ നമ്മളിവിടെ കയറി ജസ്റ്റ് ഇതെങ്ങനെയൊക്കെയാണ് സാധനങ്ങൾ, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഇത് ഓരോ ബോക്സ് തുറന്ന് നമുക്ക് കാണിച്ചു തരുമ്പോഴേ നമുക്കതിൻ്റെ റേറ്റ് കുറവിട്ട് റേറ്റ് കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ സ്ട്രോങ്നെസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ ജസ്റ്റ് സ്മെല്ല് ചെയ്യുമ്പോൾ തന്നെ. അങ്ങനെ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ച് റൂമിലെത്തി. അപ്പം ഇനി കിടന്നുറങ്ങട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.